ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 6. സൂര്യോദയ ബജറ്റ്. പൗരധർമ്മത്തിന്റെ പൊതുബോധം ഉദ്ദീപിപ്പിക്കാൻ ഞങ്ങൾ അനവരതം പ്രയത്നിക്കുമെന്നും ഈ നാടിനെ ഞങ്ങളെ ഏൽപ്പിച്ചതിൽ നിന്നും ഏറെ മഹത്തരവും പൂർവാധികം സുന്ദരവുമാക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുന്നു. BC 500 ഏതൻസ് നഗരത്തിലെ ഭരണാധികാരികൾ വർഷം തോറും ജനങ്ങളുടെ മുന്നിൽ എടുത്തിരുന്ന പ്രതിജ്ഞയാണിത്. സമാനമായൊരു പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിലും അർത്ഥപൂർണമായും പ്രായോഗികമായി നടപ്പാക്കുന്ന ഒരു സർക്കാരാണ് 8 വർഷത്തോളമായി കേരളം ഭരിക്കുന്നത്. കേന്ദ്രം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുടെയും വിവേചനങ്ങളുടെയും നടുക്കടലിൽ നിൽക്കുമ്പോഴും നമ്മുടെ സാമൂഹ്യ നേട്ടങ്ങൾ ആകെ സംരക്ഷിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പാക്കിയും സർവതല സ്പർശിയായ വികസനവും ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും കൈവരിക്കുക എന്നതാണ് പിണറായി സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. 2016 മുതൽ അവതരിപ്പിച്ച ഓരോ ബജറ്റിലെയും സമീപനം ഇതായിരുന്നു. ഈ ലക്ഷ്യത്തോടെ നവകേരളത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ മൗലികമായ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ചാലകശക്തിയായി നിലകൊള്ളാൻ ഈ സർക്കാരിന് സാധിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ച 2024-25 ബജറ്റും ഈ ദിശയിലുള്ള തുടർച്ചയായ പ്രയാണം തന്നെ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ സൂര്യോദയ സമ്പദ്ഘടനയായി മാറിയിരിക്കുന്നുവെന്ന ബജറ്റ് ആമുഖത്തിലെ നിരീക്ഷണം അടിവരയിട്ട് സാധൂകരിക്കുന്നതാണ് 8 വർഷ കാലയളവിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ. ഇത്രയേറെ മാനവീയ നേട്ടങ്ങൾ കൈവരിച്ച മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ബജറ്റിൽ പറഞ്ഞതുപോലെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിന്റെ ചലനാത്മകതയുടെയും ഉൽപാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസനത്തുറകളെയാണ് സൂര്യോദയ മേഖല എന്ന് പറയുന്നത്. അറിവും വിജ്ഞാനവും പ്രതിഭയും സർഗശക്തിയും സമന്വയിപ്പിച്ച് കേരളം കൈവരിക്കുന്ന ഈ മുന്നേറ്റം മുടിഞ്ഞ നാടെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരുടെ വായടപ്പിക്കുന്നതുമാണ്. കേരള മാതൃകയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് കേരളം തകരില്ല, തളരില്ല, തകർക്കാൻ അനുവദിക്കില്ല എന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനത്തിന്റെയും ആഗോള മാന്ദ്യത്തിന്റെയും സാഹചര്യത്തിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തിയും ഉപയോഗപ്പെടുത്തിയുമാണ് വികസന പാതയിൽ കേരളം മുന്നോട്ടു പോകുന്നത്. അടുത്ത 3 വർഷത്തിനകം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് ബജറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, വ്യാവസായിക മേഖലകളിൽ നൂതനങ്ങളായ ഒട്ടേറെ പരിപാടികൾ നിർദ്ദേശിക്കുന്ന ബജറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സമയബന്ധിതമായി കൊടുക്കുമെന്നും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിവേഗ ടൂറിസം പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പരിപാടികൾ, കൊച്ചി തുറമുഖ വികസനം, വ്യാവസായിക ഇടനാഴികൾ, IT അധിഷ്ഠിത മേഖലയുടെ വികസനം, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നിവയ്ക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. ആരോഗ്യരംഗത്ത് കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റും. വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആകർഷിക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാൻ ലാൻഡ് പൂളിംഗ് സമ്പ്രദായം നടപ്പാക്കും. 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ കൂടി ആരംഭിക്കും. വിനോദസഞ്ചാര മേഖലയിൽ 5000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. ചൈനീസ് മാതൃകയിൽ വികസന സോണുകൾ, പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് കെയർ സെന്ററുകൾ, സർക്കാർ ആശുപത്രികളെ സഹായിക്കുന്നതിന് ആരോഗ്യ സുരക്ഷാ ഫണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, പ്രവാസി അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ്, കായിക സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാക്കാൻ പശ്ചിമഘട്ടം, കുടുംബശ്രീ അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന K-ലിഫ്റ്റ് എന്നിവയെല്ലാം ബജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങളാണ്. റബ്ബറിന്റെയും നാളികേരത്തിന്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചു. റബ്ബറിന് 180 രൂപയും നാളികേരത്തിന് 34 രൂപയുമാക്കി. പരിമിതികൾക്കുള്ളിലും ഓരോ മേഖലയ്ക്കും മതിയായ വിഹിതം നീക്കിവെക്കുന്നതിനും ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചു. പൊതുവിദ്യാഭ്യാസത്തിന് 1032 കോടി, ഉന്നത വിദ്യാഭ്യാസത്തിന് 456.71 കോടി, പൊതുജനാരോഗ്യത്തിന് 2052.23 കോടി, വ്യവസായത്തിന് 1729.13 കോടി, കാർഷിക മേഖലയ്ക്ക് 1698.80 കോടി, ലൈഫ് പദ്ധതിക്ക് 1132 കോടി, സഹകരണ മേഖലയ്ക്ക് 134.42 കോടി എന്നിങ്ങനെയാണ് പ്രധാന വിലയിരുത്തലുകൾ. കേരള റബ്ബർ ലിമിറ്റഡ്, KSRTC എന്നിവയ്ക്കും സഹായം ഉറപ്പാക്കി. പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കശുവണ്ടി, ഖാദി, കൈത്തറി എന്നിവയ്ക്ക് ബജറ്റിൽ വിഹിതം കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബശ്രീക്ക് 215 കോടിയുടെ ബജറ്റ് സഹായവും 430 കോടിയുടെ വായ്പാ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ജനങ്ങളെ ഒരു തരത്തിലും പ്രയാസപ്പെടുത്താതെയാണ് 1067 കോടി രൂപയുടെ അധിക വിഭവ സമാഹരണത്തിന് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന സംസ്ഥാനത്തിന്റെ തനതു വരുമാനം പുതിയ ബജറ്റ് വർഷത്തിൽ ഇനിയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് തനിമയാർന്ന പാത സ്വീകരിക്കാൻ കഴിയുന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ ബജറ്റ്. ഇത് നിയോ ലിബറൽ നയങ്ങളുടെ കാലത്ത് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ പാഠം.